ബെലാനയിലോട്ട് പോയി ബെലാന ബുക്ക് ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഗ്ലാൻസയുടെ ഫേസ് ലിഫ്റ്റ് വരുന്നുണ്ടെന്ന് അറിഞ്ഞത്. അപ്പം എൻ്റെ ഒരു കൺസെപ്റ്റ് വെച്ച് ചിലപ്പം അടിയൊന്ന് ഇടിക്കാറുണ്ട്. പോരായ്മ എന്ന് പറയാൻ അത് ആക്ച്വലി CVT ആയിരുന്ന സാധനം ഇപ്പൊ AMD-ലോട്ട് വന്നതിൻ്റെതായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് 12 രൂപയ്ക്ക് അടുത്ത് വരും, 12.25 റേഞ്ച് വരും. അപ്പം അത് ആ മോഡൽ ഇതും തമ്മിൽ എന്തൊക്കെ മെയിൻ ആയിട്ടുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ പക്ഷെ വലിയൊരു വില വ്യത്യാസമാണ് വരുന്നത്. 1 ലക്ഷം രൂപ അടുപ്പിച്ചുള്ള ഒരു വ്യത്യാസം വന്നിട്ടുണ്ടല്ലേ. മൈലേജ് എത്രയാണ് കമ്പനി പറയുന്നത്? മൈലേജ് കമ്പനി 22-23 ഒക്കെയാണ് കമ്പനി പറയുന്നത്. എനിക്കിപ്പോ വില വ്യത്യാസമുണ്ട് ആക്ച്വലി. അതും ഇതും നമ്മൾ സെയിം മോഡൽ അല്ലെങ്കിൽ സെയിം സെഗ്മെന്റ് നോക്കുവാണെങ്കിൽ ഒരു 30 തുടക്കം വല്ല ഓട്ടോമാറ്റിക് അല്ലേ? ഓട്ടോമാറ്റിക് ആണ്. അതെ, AMD ഗിയർ ബോക്സ് ആണ്. ഹലോ ഫ്രണ്ട്സ്, വോക്കുന്നിഫിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന വാഹനം 2017 മാരുതിയും ടൊയോട്ടയും തമ്മിലുള്ള പാർട്ട്ണർഷിപ്പിൽ നമുക്ക് കാണാൻ സാധിച്ചതായ ഒരു വാഹനമാണ്. നമ്മൾ ടൊയോട്ടയുടെ ഗ്ലാൻസ എന്ന് പറയുന്ന മോഡലാണ്. 2022 ഇതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫേസ് ലിഫ്റ്റ് എഡിഷനാണ് നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും ടോപ്പ് മോഡലിൻ്റെ തൊട്ട് താഴെയുള്ള G എന്നുള്ള വേരിയൻ്റാണ് നമ്മൾ ഇന്ന് കാണിക്കാനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. ഈ ഒരു വാഹനത്തിലാണ് നമ്മുടെ ഒരു ഹാഷ് ബാക്ക് രംഗത്ത് നമ്മൾ ഹെഡ് അപ്പ് ഡിസ്പ്ലേ അങ്ങനെ കുറേ ഫീച്ചേഴ്സുകൾ, ധാരാളമായ കുറേ ഫീച്ചേഴ്സുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു മോഡലാണ് നമ്മുടെ ഗ്ലാൻസയുടെ, അതുപോലെ തന്നെ നമ്മുടെ ബെലാനോയുടെ ഫേസ് ലിഫ്റ്റ് എഡിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു വാഹനം ഉപയോഗിച്ചിട്ട് എങ്ങനെയുണ്ട്, നമ്മളിപ്പോൾ പുതിയതായിട്ട് ഇറങ്ങിയ ഒരു വാഹനമാകുമ്പോൾ അതിൻ്റെ കുറേ യൂസർ എക്സ്പീരിയൻസുകൾ നമുക്ക് അറിയേണ്ടതായിട്ടുണ്ടല്ലോ. അപ്പം അങ്ങനെ ഒരു യൂസർ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. നമുക്ക് ഇപ്പം ഈ വാഹനത്തിൻ്റെ ഉടമയെ നമ്മൾ ഈ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യാം. നമുക്ക് അദ്ദേഹത്തോട് ഈ വാഹനത്തിൻ്റെ കാര്യങ്ങളെല്ലാം ചോദിച്ച് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, നമ്മുടെ ഗ്ലാൻസയുടെ ഓണർ ഇവിടെ എത്തിയിട്ടുണ്ട്. സുബിൻ എന്നാണ് ചേട്ടൻ്റെ പേര്. നമസ്കാരം. അപ്പം നമ്മൾ ഗ്ലാൻസയുടെ ഒരു യൂസർ എക്സ്പീരിയൻസ് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഇന്ന്. ഇപ്പം 1 മാസം കഴിഞ്ഞ് വണ്ടി എടുത്തിട്ട്. 1 മാസം കഴിഞ്ഞെടുത്തിട്ട്. ഓക്കെ, നമുക്ക് ലോങ് ഒന്നും പോകാൻ പറ്റിയില്ല. വളരെ ചുരുക്കം കിലോമീറ്റർ മാത്രമേ ഓടാൻ പറ്റില്ല. 2000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 2000 കിലോമീറ്റർ ആയില്ല. 2500 കിലോമീറ്റർ ആയി. ഓക്കെ, അപ്പം ഇത് ടോപ്പ് എൻഡിൻ്റെ അതിന്റെ തൊട്ട് താഴെ ടോപ്പ് എന്ന് പറഞ്ഞാൽ V ആണ്. അതിന്റെ തൊട്ട് താഴെ G ആണ്. ഓക്കെ, അപ്പൊ ഇതിന് എത്രയാണ് ഓൺ റോഡ് പ്രൈസ് വന്നത്? 11 രൂപയ്ക്ക് അടുത്ത് വരുന്നുണ്ട്. 11.25 റേഞ്ച് വരുന്നുണ്ട്. അപ്പം ടോപ്പ് എൻഡ് വരുന്നതിന് 12 രൂപയ്ക്ക് അടുത്ത് വരും, റേഞ്ച് വരും. അപ്പം അത് ആ മോഡൽ ഇതും തമ്മിൽ എന്തൊക്കെ മെയിൻ ആയിട്ടുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോഗ് ലാമ്പ് വരുന്നുണ്ട്. ഓക്കെ, ഫുൾ ഓപ്ഷൻ. പിന്നെ ഹെഡ് അപ്പ് ഡിസ്പ്ലേ എന്ന് പറയുന്ന ഒരു പുതിയ സംഭവം ഉണ്ട്. അത് ഇതിന് വരുന്നില്ല. അത് ടോപ്പിന് മാത്രമേ. പിന്നെ പ്രൊജക്ടർ ലൈറ്റിൽ രണ്ടിനും വരുന്നുണ്ട്. പക്ഷേ ഡേ ലൈറ്റ് ഫുൾ ഓപ്ഷൻ മാത്രമേ വരുന്നുള്ളൂ. DRL ഇതിന് ഫുൾ ഓപ്ഷൻ പ്രൊജക്ടർ ആണ്, പക്ഷേ DRL ഫുൾ ഓപ്ഷനേ വരുന്നുള്ളൂ. പിന്നെ ഈ അകത്ത് നമ്മുടെ ടച്ച് സ്ക്രീൻ അത് 9 ഇഞ്ചാണ് വരുന്നത്, ഇന്ന് 7 ഇഞ്ച്. അങ്ങനെ ചെറിയ വ്യത്യാസം, പക്ഷെ വലിയൊരു വില വ്യത്യാസമാണ് വരുന്നത്. 1 ലക്ഷം രൂപ അടുപ്പിച്ചുള്ള ഒരു വ്യത്യാസം വന്നിട്ടുണ്ടല്ലേ. ഓക്കെ, അതിന്റെ ആവശ്യം വരുന്നില്ല. ഞാൻ നോക്കിയിട്ട് ഇതാണ് വാല്യൂ ഫോർ മണി എന്ന് തോന്നുന്നത്. എനിക്ക് ഇതാണ് എടുത്തത്. അപ്പം വേറെ വാഹനങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ടല്ലോ, ഒരു ഒക്ടാവിയ കിടക്കുന്നു, ഇന്നോവ കിടക്കുന്നു. അപ്പം അതൊക്കെ വെച്ചിട്ട് എങ്ങനെയാണ് ഗ്ലാൻസയിലോട്ട് വരാനുള്ള കാരണം? ആക്ച്വലി ഇത് ഞാൻ ഒരു i20 ആണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് ഡെയിലി ഓഫീസിൽ വാങ്ങിയിട്ട് തിരുവല്ലയാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു 30 കിലോമീറ്റർ വൺ സൈഡ് എനിക്ക് പോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇന്നോവ ഡെയിലി പോയി വരവ് അറിയാമല്ലോ, അതും ഫ്യൂവലിന്റെ ഒരു ബുദ്ധിമുട്ട് നമ്മൾ നോക്കണം. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോഴാണ് ഒരു കൊച്ചു വണ്ടി, അതല്ല വൈഫിന് ഒരു ഗിഫ്റ്റ് എന്നുള്ള രീതിയിൽ പുള്ളിക്കാരിക്ക് പോയി വരാൻ വേണ്ടിയുള്ള രീതിയിലാണ് ഞാൻ ഒരു വണ്ടി എടുത്തത്. അപ്പോൾ ആദ്യം ഞാൻ സ്വിഫ്റ്റ് അങ്ങനെയുള്ള i10 അങ്ങനെയുള്ള കൊച്ചു വണ്ടിയിലോട്ട്, എൻട്രി വെഹിക്കിളിലോട്ടാണ് ഞാൻ നോക്കിയത്. പിന്നീട് നോക്കിയപ്പോൾ നമ്മൾ എപ്പോഴും വണ്ടി എടുക്കുന്നില്ലല്ലോ. എടുക്കുമ്പോൾ ഒരു 3 വർഷം 5 വർഷത്തേക്കിനായിരിക്കും നമ്മൾ വണ്ടി എടുക്കുക. അപ്പം ഇച്ചിരി കൂടെ വില കൂടിയ ഒരു വണ്ടി. അങ്ങനെ ഞാൻ ബെലാനയിലോട്ട് പോയി ബെലാന ബുക്ക് ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഗ്ലാൻസയുടെ ഫേസ് ലിഫ്റ്റ് വരുന്നുണ്ടെന്ന് അറിഞ്ഞത്. അപ്പം എൻ്റെ ഒരു കൺസെപ്റ്റ് വെച്ച് മാരുതിയെക്കാളിൽ ഇച്ചിരി കൂടെ ഒരു തൂക്കം മുന്നിൽ ടൊയോട്ടയാണ്. വണ്ടി എല്ലാം സെയിം ആണെങ്കിൽ പോലും ബ്രാൻഡ് വാല്യൂ തീർച്ചയായിട്ടും നമ്മൾ ടൊയോട്ട എത്ര നാൾ ഉപയോഗിച്ചുകൊണ്ട്, ഇന്നോവ ഉപയോഗിച്ചുകൊണ്ട് അറിയാം. ബ്രാൻഡ് വാല്യൂ ഒരു ജനങ്ങൾക്കിടയിൽ ടൊയോട്ടയ്ക്കാണ് ഒരു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അത് ക്യാൻസൽ ചെയ്തിട്ട് ഗ്ലാൻസയിലോട്ട് പോയത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഗ്ലാൻസ് എടുക്കുന്നതല്ലേ. അപ്പം ഗ്ലാൻസ് എടുത്തപ്പോൾ ഇതിന് മൈലേജ് എത്രയാണ് കമ്പനി പറയുന്നത്? മൈലേജ് കമ്പനി 22-23 ഒക്കെയാണ് കമ്പനി പറയുന്നത്. എനിക്കിപ്പോൾ 17-18 കിലോമീറ്റർ അടുത്ത് വരെ കിട്ടുന്നു. ആ റേഞ്ച് കിട്ടുന്നു. തുടക്കം വല്ല ഓട്ടോമാറ്റിക് അല്ലേ? ഓട്ടോമാറ്റിക് ആണ്. അതെ, AMD ഗിയർ ബോക്സ് ആണ്. ഓക്കെ, AMT ആണ് വരുന്നത്. AMTയുടെ എങ്ങനെയുണ്ട്? AMTയുടെ നമ്മൾ ഇതൊരു സ്പോർട്ട് വാഹനമായിട്ട് കാണണ്ട. നമുക്കൊരു ഡെയിലി യൂസിനും നമുക്കൊരു സിറ്റിയിലൊക്കെ പോകാൻ വേണ്ടി അങ്ങനെ അല്ലെങ്കിൽ നമ്മുടെ റെഗുലർ യൂസിന് വേണ്ടി ഉപയോഗിക്കുന്ന വാഹനമാണെങ്കിൽ ഇത് അടിപൊളി വാഹനമാണ്. ഒരു സ്പോർട്ട് അല്ലെങ്കിൽ ഒരു
ചേസിങ് വാഹനമായിട്ട് കണ്ട അത് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് വരത്തില്ല. പ്രീമിയം ഫീച്ചേഴ്സ് ഒക്കെ കൊടുക്കുന്നത് തീർച്ചയായിട്ടും ഹാച്ച് ബാക്ക് തന്നെയാണ്. തീർച്ചയായും നമുക്ക് അകത്ത് കയറിയ ഒരു പ്രീമിയം ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഇന്റീരിയർ കണ്ടപ്പോൾ തന്നെ പഴയ ബലേനോക്കെ അപേക്ഷിച്ച് ഒരുപാട് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. അപ്പം ആ ഒരു 17-18 മൈലേജ് ഇപ്പൊ കിട്ടുന്നുണ്ട്. അത് തന്നെയല്ല നമ്മൾ ഈ വണ്ടിക്കകത്ത് ഇരിക്കുമ്പോൾ നമ്മൾ കൊച്ചു വാഹനത്തിൽ ഇരിക്കുന്നല്ലോ, ഒരു വലിയ വാഹനത്തിൽ ഇരിക്കുന്ന ഒരു ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട്. നല്ല ഹൈറ്റും നമുക്ക് ഒരു വിസിബിലിറ്റി ആണെങ്കിലും എല്ലാം നല്ല രീതിയിൽ നല്ല സ്പേഷ്യസ് ആണ്. ബാക്കിൽ ഇരിക്കുന്നവർക്കൊക്കെ വളരെ സുഖമായിട്ട് കാല് നീട്ടിയിരിക്കാം. അത്രയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം സർവീസ് ആക്ച്വലി നമുക്ക് 1000 കിലോമീറ്ററിൽ ഒരു ഫസ്റ്റ് ഫ്രീ ചെക്കപ്പ് മാത്രമാണ്. അത് ഒന്നാമത്തെ കാര്യം അറിയാലോ, ടൊയോട്ട നമ്മൾ പോകാൻ മെയിൻ കാര്യം സർവീസാണ്. അവരുടെ സർവീസ് നമുക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ ഇന്നോവ നമ്മൾ കുറേ വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, അറിയാം. സർവീസ് നമുക്ക് ഒരിക്കലും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതുപോലത്തെ മാരുതിയായിട്ടൊക്കെ നോക്കുമ്പോൾ വളരെ ഫാർ ബെറ്റർ ആണ് ടൊയോട്ടയുടെ സർവീസ്. അപ്പോൾ അതുകൊണ്ട് സർവീസ് 1000 കിലോമീറ്റർ ചെയ്തു. 1 hour ക്വിക്ക് സർവീസ് ആയിരുന്നു. ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. ഇനിയിപ്പോൾ അടുത്തത് 5000-ലുണ്ട്. പിന്നെ മെയിൻ സർവീസ് വരുന്നത് 10,000-ലാണ്. ഓയിൽ ചേഞ്ചും കാര്യങ്ങളൊക്കെ വരുന്നത് 10,000. എടുത്തത് പത്തനംതിട്ട ഷോറൂമിൽ തന്നെയാണ് എടുത്തത്. അപ്പം ഗ്ലാൻസ എടുത്തതിൽ ഒരുപാട് ഹാപ്പിയാണ്. തീർച്ചയായിട്ടും സാറ്റിസ്ഫൈഡ് കസ്റ്റമറാണ്. പിന്നെ ഒരു കാര്യം ചോദിക്കുകയാണ്, ഇപ്പം ആ വണ്ടിയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഗ്രൗണ്ട് ക്ലിയറൻസ് ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് എപ്പോഴും നമ്മൾ സിറ്റി ട്രാഫിക് അല്ലെങ്കിൽ നമുക്കിപ്പോൾ അത്യാവശ്യം പുറത്തുനിന്ന് ഒരു സാധനം മേടിക്കാൻ പോകണമെങ്കിൽ നമുക്ക് ഇന്നോവ എടുത്തുകൊണ്ട് പോകുക എന്നുള്ളത് വളരെ ഒരു പ്രയാസകരമായ കാര്യം. നമ്മൾ ആ കണക്കിൽ നോക്കുമ്പോൾ ഞാൻ ഈ വണ്ടിയിൽ ഒരുപാട് സാറ്റിസ്ഫൈഡ് ആണ്. മൈലേജ് ഉണ്ട്, യൂസർ ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് കൊണ്ടുനടക്കാൻ പറ്റും. നമുക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് കൊണ്ടുനടക്കാൻ പറ്റും. തീർച്ചയായിട്ടും സാറ്റിസ്ഫൈഡ് ആണ്. വൈഫിന് വേണ്ടിയാണ്, ആക്ച്വലി വൈഫിന് ഡെയിലി പോയിട്ട് വരാൻ വേണ്ടിയാണ്. ഇപ്പം പുള്ളിക്കാരിക്ക് എടുത്തതെങ്കിൽ ഞാനാണ് ഇപ്പം കൂടുതൽ ഇഷ്ടപ്പെട്ടു തീർച്ചയായിട്ടും. പിന്നെ എങ്ങനെയാ ഗ്ലാൻസ് എടുത്തതിൽ എന്തെങ്കിലും പോരായ്മകൾ അല്ലെ കുറവുകൾ വേണമെന്ന് പോരായ്മയെന്ന് പറയാൻ, അത് ആക്ച്വലി ഞാൻ ഈ ബലേനോ അല്ലെങ്കിൽ ഗ്ലാൻസ്, ഞാൻ നേരത്തെ ബലേനോ നമ്മുടെ വൈഫിന്റെ വീട്ടിൽ ബലേനോ വണ്ടിയാണ്, അവർ ഓട്ടോമാറ്റിക് വണ്ടിയാണ്. അപ്പോൾ അത് CVT ആണ് വണ്ടി. ഞാനത് കുറെ ഉപയോഗിച്ചിട്ടുണ്ട്. അത് ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് എനിക്ക് നല്ല അടിപൊളിയായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പൊ ഈ AMD അറിയാമല്ലോ, CVT AMD തമ്മിലുള്ള വ്യത്യാസങ്ങൾ, ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അപ്പൊ പണ്ട് CVT ആയിരുന്ന സാധനം ഇപ്പൊ AMD-ലോട്ട് വന്നതിൻ്റെതായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടെന്ന് പറയാൻ പറ്റത്തില്ല, നമുക്കത് ചോയ്സ് ആണ്. ഒരു പവർ ആക്സിലറേഷൻ വരുന്നതിന്റെ ഒരു ചെറിയൊരു ഗിയർ ഷിഫ്റ്റിംഗ് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. അതേ ഉള്ളൂ എനിക്കൊരു പോരായ്മയായിട്ട് തോന്നിയിട്ടുള്ളത്. അത് പിന്നെ ആ ഓപ്ഷനേ ഉള്ളല്ലോ, അതേ ഉള്ളൂ. നമുക്കിപ്പം CVT വരുന്നില്ല. ബലേനോയ്ക്കും അതുപോലെ സെയിം വണ്ടിയെല്ലാം സെയിം ബ്രാൻഡ് ലോഗോ, പിന്നെ നമ്മൾ വണ്ടി ആദ്യം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മറ്റേ അത് സുസുക്കി എഴുതി കാണിക്കുന്നു, ഇത് ടൊയോട്ട എഴുതി കാണിക്കുന്നു. അതേ ഉള്ളൂ വ്യത്യാസം. വില വ്യത്യാസമുണ്ട് ആക്ച്വലി. അതും ഇതും നമ്മൾ സെയിം മോഡൽ അല്ലെങ്കിൽ സെയിം സെഗ്മെന്റ് നോക്കുവാണെങ്കിൽ ഒരു 30,000 രൂപ കൂടുതൽ ഇതിനാണ് വരുന്നത്. അത്രയും വ്യത്യാസം ഞാൻ 10,000 30,000 രൂപയോളം വ്യത്യാസം വരുന്നുണ്ട്. അതിന്റെ വ്യത്യാസം വരുന്നുണ്ട്. അതനുസരിച്ചുള്ള കെയറിങ് ടൊയോട്ടയുടെ ഭാഗത്ത് തീർച്ചയായിട്ടും നമ്മളൊരു റീസെയിൽ വാല്യൂവിന് പോയാൽ തന്നെ എന്തായാലും ടൊയോട്ടയ്ക്ക് ആയിരിക്കും ഒരു പ്രയോറിറ്റി ആൾക്കാർ കൊടുക്കുന്നത്. അപ്പം അങ്ങനത്തെ അത്തരം കാര്യങ്ങളൊക്കെയാണ് കുറച്ച് സ്റ്റഡി ചെയ്തിട്ടാണ് വണ്ടിയിലോട്ട് എടുത്തത്. അപ്പോൾ വേറെ വാഹനങ്ങൾ യൂസ് ചെയ്യുമ്പോൾ എന്തായാലും കമ്പയർ ചെയ്തൊക്കെ നോക്കിയിട്ടൊക്കെ ചെയ്യുള്ളൂ. ബാക്കി കാര്യങ്ങൾ നമുക്ക് വാഹനം ഓടിച്ചുകൊണ്ട് സംസാരിക്കാം. നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അത്ര നല്ല റോഡിൽ കൂടെ അല്ല, എങ്കിലും നമുക്ക് അടി തട്ടുന്നത് വലിയ പ്രശ്നമായിട്ടൊന്നും ഫീൽ ചെയ്തില്ല. ഇവിടെ അങ്ങനെ കയറുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ല, നമുക്ക് അങ്ങനെ ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നുന്നില്ല. നമ്മുടെ സ്കോഡ ചിലപ്പം അടി ഒന്ന് ഇടിക്കാറുണ്ട്. ഇതിപ്പോ ഈ കയറുന്ന ഈ ഒരു കട്ടിങ് ഉണ്ടല്ലോ, അവിടെ ഒന്നും വലിയ കുഴപ്പമൊന്നുമില്ല. നമ്മള് ഗ്ലാൻസയുടെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡലാണ് നമ്മളിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു CVT മാറിയതിന്റെ ആ ഒരു ഗിയർ ഷിഫ്റ്റ് മാറുന്ന നമുക്ക് അറിയാനുണ്ട്. നല്ല വ്യൂ ഉണ്ട് കേട്ടോ, അതായത് ഫ്രണ്ട് വ്യൂ നല്ല വിസിബിലിറ്റി ഉണ്ട്. പക്ഷെ അങ്ങനെ ഗിയർ മാറുന്ന നമുക്കൊരു ലാഗായിട്ടൊന്നും തോന്നുന്നില്ല. ലാഗൊന്നുമില്ല, ആ ഒരു CVT ഓടിച്ചിട്ട് കമ്പയർ ചെയ്യുമ്പോഴുള്ള ഒരു വ്യത്യാസം, അല്ലാതെ ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നുന്നില്ല. ഗിയർ ഷിഫ്റ്റ് ആവുന്നതാണ് ചിലർക്ക് ഇഷ്ടം. എനിക്ക് പേഴ്സണലി അങ്ങനെ ഷിഫ്റ്റായി ഓടിക്കുന്നതാണ് എന്റെ പേഴ്സണൽ ഒരു താല്പര്യം എന്ന് പറയുന്നത്. ഇപ്പൊ എങ്ങനെ അവര് സർവീസിന്റെ അടുത്ത സർവീസിന് കഴിയുമ്പോൾ മൈലേജ് അവരെ നമ്മളെ റെഗുലർ ആയിട്ട് വിളിച്ച് കിലോമീറ്ററിന്റെ ഇതൊക്കെ നോക്കുകയും അന്വേഷിക്കുകയും നല്ലൊരു ഫീഡ്ബാക്ക് എനിക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അത് റെഗുലറായിട്ട് നമ്മളെ വിളിച്ച് ഇതൊക്കെ ഉണ്ട്, എങ്ങനെയുണ്ട് വണ്ടിയുടെ എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ തിരക്കാറുണ്ട്. അത് ശരി. ഓക്കെ, ഇപ്പം എങ്ങനെയാ ഇപ്പം ഇന്റീരിയർ നോക്കുവാണെങ്കിൽ നേരത്തെ ഇതിലുള്ള വ്യത്യാസം ഇതിന് ടോപ്പ് G ആയോണ്ടാന്ന് തോന്നുന്നത് റിയർ വിൻഡ് അല്ലേ? തീർച്ചയായിട്ടും റിയർ AC
ഡാഷ്ബോർഡ് ആണെങ്കിൽ പറഞ്ഞാലും നേരത്തെ ബലനുമായിട്ടൊക്കെ വെച്ച് ഒരുപാട് വ്യത്യാസമുണ്ട് ഗ്ലാൻസുമായിട്ട്. ഇപ്പം പുതിയതിന് ഇത് ഏതാ പറഞ്ഞത് പൊങ്ങിയിരിക്കും, മറ്റേതാകത്ത് ഇന്റഗ്രേറ്റഡ്. പിന്നെ ഹെഡ് അപ്പ് ഡിസ്പ്ലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് വേണം, നമുക്കത് ചെയ്യാൻ പറ്റും കേട്ടോ. ഇത് ചെയ്യാൻ പറ്റും, ഇതിന് ഒരു ഓപ്ഷൻ പറയുന്നുണ്ട് ഷോറൂമിൽ തന്നെ. ഞാൻ ഫോഗ്ലാം ആണെങ്കിൽ അഡീഷണൽ വെക്കണമെന്നായിരുന്നു, പക്ഷെ അവര് പറഞ്ഞു അതിന്റെ പാർട്സ് വന്നിട്ടില്ല, സ്പെയർ വന്നിട്ടില്ല. ഓക്കെ, അപ്പൊ അത് പിന്നീടാണെങ്കിലും ചെയ്യാം. ഷോറൂമിൽ തന്നെ ഇത് രണ്ടും ചെയ്യണമെന്നാണ് ഒരു ആഗ്രഹം. പിന്നെ ഈ 9 ഇഞ്ച് വരുന്നത് 9 ഇഞ്ച് വരുന്നത് നമുക്ക് മറ്റേ ഫുൾ ഓപ്ഷൻ വരുമ്പോൾ ഇത് ഫുൾ സെറ്റ് 9 ഇഞ്ചാണ് വരുന്നത്, ഇത് 7 ഇഞ്ചേ വരുന്നുള്ളൂ. അപ്പൊ ഇവിടെ ചെറിയൊരു വൃത്തികേട് തോന്നിയായിരുന്നു, അതിനുവേണ്ടി ഞാൻ ഷോറൂമിൽ തന്നെ ചെയ്യിപ്പിച്ചാണ് ഈ ഒരു ഫ്രെയിം. അപ്പൊ അതിന്റെ മൊത്തത്തിൽ വരുന്നുണ്ട് ഫ്രെയിം, ഡോർപാടയിലും എല്ലാം വരുന്നുണ്ട്, ഫുൾ സെറ്റ് ആണ്. അപ്പോഴത്തേക്ക് ആ ഒരു വൃത്തികേട് അങ്ങ് മാറി. ഓക്കെ, ഇനിയും വേറെന്തൊക്കെയാണ് ഡ്രൈവിങ്ങിനെ പറ്റി പറയുമ്പോ? ഡ്രൈവിങ്ങിനെ പറ്റി പറയുമ്പോൾ ട്രാക്ഷൻ കൺട്രോൾ ഉണ്ട്, ട്രാക്ഷൻ കൺട്രോൾ വരുന്നുണ്ട്. അതെ, പിന്നെ നമുക്ക് ഫുൾ ഓപ്ഷൻ്റെ അതിനകത്ത് നമുക്ക് നേരത്തെ ഒരു കാര്യം മറന്നുപോയായിരുന്നു. നമുക്ക് ഫുൾ ഓപ്ഷൻ വരുമ്പോൾ 360 ക്യാമറ വരുന്നുണ്ട് കേട്ടോ. 360 വരുന്നുണ്ട്, രണ്ട് മിററിലൊക്കെ ആയിട്ട് ഫ്രണ്ട് ക്യാമറ വരുന്നുണ്ട്. നമുക്ക് ഇതിന് ബാക്ക് ക്യാമറ മാത്രമേ ഉള്ളൂ. പിന്നെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ഒക്കെ എനിക്ക് പിന്നെ അത്യാവശ്യം വേണ്ടത് ഇത് രണ്ടുമായിരുന്നു, ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ, അത് പിന്നെ കീലെസ് എൻട്രി, അപ്പൊ അത് നമ്മുടെ ഈ വേരിയന്റ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ, തൊട്ട് താഴത്തെ വേരിയന്റിന് അതില്ല. പിന്നെ അലോയ്സ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അലോയിലൊക്കെ ഈ വേരിയന്റ് തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതെല്ലാം വന്നിട്ടുണ്ട്. പിന്നീട് കണക്ടിവിറ്റി ഫീച്ചേഴ്സിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് നേരത്തെ വണ്ടിക്ക് ഇല്ലാത്ത ഒരു ഇതായിരുന്നു ഇപ്പോഴത്തെ ഈ ടൊയോട്ട കണക്ട് എന്ന് പറയുന്നത്. നമുക്ക് ഫോൺ അല്ലെ സ്മാർട്ട് വാച്ച് ആപ്ലിക്കേഷനിൽ കൂടെ നമുക്ക് വണ്ടിയുടെ ഫ്യൂവിൽ എന്തുണ്ട്, വണ്ടി എവിടെ കിടക്കുന്നത്, നമുക്ക് നാവിഗേഷൻ അറിയാൻ പറ്റും. വണ്ടി നമ്മുടെ കയ്യിലല്ല, നമുക്കിപ്പോൾ ഒരാൾക്ക് കൊടുത്തു വിടുവാണെങ്കിൽ വണ്ടി ദൂരെ സഞ്ചരിക്കുന്നുണ്ട്. പിന്നെ വണ്ടി ഇപ്പൊ ഇവിടെ അല്ല, ഇപ്പം ദൂരെ എവിടെയെങ്കിലും കാശ്മീർ ആണെങ്കിൽ പോലും നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് വണ്ടി ഓഫ് ചെയ്യാം, ഓൺ ചെയ്യാം, എല്ലാം ഉണ്ട്. നമുക്ക് ലോക്ക് ചെയ്യാൻ പറ്റും വണ്ടി, എന്ത് കിലോമീറ്റർ ഓടി, ഫ്യൂവൽ എന്തോരം കിടപ്പുണ്ട് എല്ലാം നമുക്ക്. അത് നമ്മളിപ്പോ അതുപോലെ ഒരു വാലറ്റ് പാർക്കിങ്ങിന് നമ്മൾ പോകുമ്പോൾ വാലറ്റ് പാർക്കിന് കൊടുക്കാന്ന് വെച്ചാൽ നമുക്ക് കിലോമീറ്റർ സെറ്റ് ചെയ്തിട്ട് കൊടുക്കാം, ഒരു 5 കിലോമീറ്റർ 2 കിലോമീറ്റർ. അത് കഴിയുമ്പോൾ വണ്ടി ഓഫ് ആകുന്ന രീതിയിലുള്ള അങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കാം. അതെല്ലാം ഫോണിൽ കൂടെ തന്നെ ചെയ്യാൻ പറ്റും. സ്റ്റാർട്ട് ചെയ്യാനും സ്റ്റോപ്പ് ചെയ്യാനും മാത്രം പറ്റത്തില്ലെന്നേ ഉള്ളൂ. ബാക്കി ഒരുമാതിരിപ്പെട്ട കാര്യങ്ങളെല്ലാം ഹെഡ്ലൈറ്റ് കത്തിക്കുക. നമ്മളിപ്പോ അതുപോലെ ലുലു പോലത്തെ ഒരു പാർക്കിംഗ് മോളിലൊക്കെ പോയി കഴിഞ്ഞാൽ പാർക്കിംഗ് സെന്ററിൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അറിയാമല്ലോ വണ്ടി എവിടെ കിടക്കുക, ചിലപ്പോൾ നമ്മൾ മറന്നു പോകും. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യം നമ്മുടെ വണ്ടി കണ്ടെത്താനും ലൊക്കേഷൻ മാത്രമല്ല നമ്മുടെ വണ്ടി സൗണ്ട് ചെയ്യിപ്പിക്കാനും ലൈറ്റ് കത്തിക്കാനും ഒക്കെ നമുക്ക് ഫോണിൽ കൂടെ ഫോൺ വഴി തന്നെ പറ്റും. അപ്പൊ അങ്ങനെ നമുക്ക് വണ്ടി പെട്ടെന്ന് കണ്ടെത്താൻ പറ്റും. പിന്നെ AC കയറുന്നതിന് മുമ്പ് ഓണാക്കി ഇടാൻ AC പറ്റത്തില്ല, അത് പറ്റത്തില്ല. അതായത് വണ്ടി സ്റ്റാർട്ട് ചെയ്തെങ്കിലല്ലേ AC ഓണാക്കല് പറ്റും. അല്ല, വണ്ടി സ്റ്റാർട്ട് ചെയ്ത് AC ഓണാക്കി അല്ലല്ല, അത് ഹോണ്ടായിക്കൊക്കെ ഉള്ളു, ഇതിന് വരുന്നില്ല. പിന്നെ എങ്ങനെ ടച്ച് റെസ്പോൺസ് നമുക്ക് ഇത് ആൻഡ്രോയിഡ് സെറ്റ് ആണ് വരുന്നത്. നമുക്ക് എന്താ സൗണ്ട് സിസ്റ്റം ആണെങ്കിലും എല്ലാം അടിപൊളി പക്ക ഇതായിട്ടാണ്. നമുക്ക് എക്സ്ട്രാ ഒന്നും വെക്കേണ്ട ആവശ്യമില്ല, എല്ലാം നല്ല ക്ലാരിറ്റി ഉള്ള ഒരു സൗണ്ട് സിസ്റ്റം നമുക്ക് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ വോയിസ് അസിസ്റ്റൻസ് ഉണ്ട്. ഹേ ടൊയോട്ട എന്ന് പറഞ്ഞാൽ നമ്മളോട് ടീച്ചർ റെസ്പോണ്ട് ചെയ്യും. ഓഫ് ചെയ്തിട്ടേക്ക് വന്നു, ഹേ ടൊയോട്ട ഓഫ് ചെയ്തിട്ട് ഹായ് വന്നു. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അങ്ങനെ ഇതുണ്ട്, ഗുണമുണ്ട്. പിന്നെ സ്റ്റിയറിംഗ് കംഫോർട്ട്, ബ്രേക്കിംഗ് എല്ലാം അടിപൊളിയാണ്. ബ്രേക്കിംഗ് ഒക്കെ അടിപൊളിയാണ്. ഓടിച്ചപ്പോഴും അതുപോലെ നമ്മുടെ നേരത്തെ ഉള്ള ഗ്ലാൻസകൾ പോലെയൊക്കെ തന്നെ അടിപൊളിയായിട്ട് തന്നെ പോകുന്നു. പിന്നെ ഈ ഫ്ലാറ്റ് ബോട്ടം വന്നതിന്റെ ഒരു സൗകര്യമുണ്ട്, കയറാനും ഇറങ്ങാനും ഒക്കെ സൗകര്യം ഉണ്ടല്ലോ. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഗ്ലാൻസയിൽ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഗ്ലാൻസയിലൊരു ഡ്രൈവൊക്കെ പോയിട്ട് വന്നിട്ടുണ്ട്. അപ്പം വാഹനം ഓടിച്ചപ്പോൾ എനിക്കും വളരെ ഇഷ്ടപ്പെട്ടു. നമ്മുടെ നേരത്തെയുള്ള ഗ്ലാൻസയെക്കാട്ടിൽ കുറച്ചുകൂടെ മെച്ചപ്പെട്ട ഒരു ഇതാണ് തോന്നിയത്. അപ്പം നമ്മുടെ ഓണർക്കും വാഹനം തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടു തോന്നുന്നല്ലേ? തീർച്ചയായിട്ടും ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ വളരെ ചുരുക്കം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ, ലോങ് ഒന്നും പോകാൻ പറ്റിയില്ല, സമയം കിട്ടിയില്ല. എങ്കിലും നമ്മൾ ഈ ഓടിച്ച ഇത്രയും കിലോമീറ്റർ വെച്ച് ഞാൻ ഒരുപാട് ഹാപ്പിയാണ്, സാറ്റിസ്ഫൈഡ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ വണ്ടി കിട്ടി ഓടിച്ചിട്ട് നമ്മുടെ സുഹൃത്തുക്കൾ പലരും ഓടിച്ചിട്ട് അവർ വണ്ടി ഇതിലേക്ക് തിരിഞ്ഞാലോ എന്നൊരു പ്ലാനിങ്ങിലുള്ളവർ തന്നെ ഉണ്ട്. ബുക്ക് ചെയ്യാൻ തീർച്ചയായിട്ടും ഉണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ടൊയോട്ടയുടെ ആയതുകൊണ്ട് ഞാൻ മാരുതി ഒരിക്കലും കുറ്റം പറഞ്ഞില്ല, പക്ഷെ ടൊയോട്ടയുടെ ആയതിന്റെ സർവീസിംഗ് മാത്രം മെയിനായിട്ട് നോക്കുക. റീസെയിൽ വാല്യൂവിന്റെ ഒരു ഇതുണ്ട്. അപ്പം അതുകൊണ്ട് ആണ് ഞാൻ ഇതിലോട്ട് വന്നെന്ന് പറഞ്ഞല്ലോ. അപ്പം ടൊയോട്ടയുടെ സർവീസിങ് എന്തുകൊണ്ട് മെച്ചമാണ്. അതുകൊണ്ട് ഞാൻ ഗ്ലാൻസയാണ് സജസ്റ്റ് ചെയ്യുന്നത്. ഇതിൽ നോക്കുന്നവർ ബലാനോയും ഗ്ലാൻസയും തമ്മിൽ നോക്കുന്നവരിൽ ഞാൻ അതാണ്. ചെറിയൊരു എമൗണ്ടിന്റെ വ്യത്യാസം ഉള്ളെങ്കിൽ പോലും തീർച്ചയായിട്ടും അതൊക്കെ നമുക്ക് ഫ്യൂച്ചറിൽ നമ്മളൊരു 3 അല്ലെങ്കിൽ 5 വർഷത്തേക്കൊക്കെ ആയിരിക്കും ഏറ്റവും കൂടുതൽ വണ്ടി ഉപയോഗിക്കുന്നത്.
ഓക്കെ, അപ്പം ഇത്തരം കാര്യങ്ങളെല്ലാം തൃപ്തനാണ്. ആ ഗിയർ ബോക്സിന്റെ ഗിയർ ബോക്സ് ആക്ച്വലി നമ്മൾ അറിയാമല്ലോ AMD ആണെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് നമ്മൾ വണ്ടി എടുക്കുന്നത്. പണ്ട് CVT ആയിട്ട് പെട്ടെന്ന് AMD-ലോട്ട് വന്നതിന്റെ ഒരു ചെറിയ ദുഃഖം മാത്രമേ ഉള്ളൂ. അത് AMD CVT ആയിരുന്നെങ്കിൽ വളരെ നല്ലതായിരുന്നു എന്നുള്ളതായിരുന്നു. പക്ഷെ മൈലേജ് കൂടിയിട്ടുണ്ട്. പണ്ട് 14-15 കിട്ടിയ സ്ഥാനത്ത് ഇപ്പം കമ്പനി 22-23 പറയുന്നത്. എനിക്ക് 18 കിലോമീറ്ററോളം കിട്ടുന്നുണ്ട്. ഇപ്പൊ കിട്ടുന്നുണ്ട്. കുറച്ചുകൂടെ കഴിയുമ്പോൾ എന്തായാലും സർവീസ് ഒക്കെ കഴിയുമ്പോൾ നല്ല ഇമ്പ്രൂവ് ആവും. അതെ അതെ. ഞാൻ അറിയാലോ റാന്നി ഹില്ലേരി ഒക്കെയാണ് കൂടുതൽ ഓടിക്കുന്നത്. അവിടെയാണ് നമുക്ക് ഇത്രയും കിട്ടുന്നത്. ഓക്കെ, അല്ല സ്ട്രെയിറ്റ് റോഡ് മാത്രമല്ല, അതുകൂടെ ഓർക്കണം. ശരിയാണ്, തീർച്ചയായും. ഓക്കെ, അപ്പം താങ്ക് യു സോ മച്ച്. കണ്ടതിൽ ഒരുപാട് സന്തോഷം. ഇത്രയും നേരം നമുക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്തു, വളരെയധികം നന്ദി. ഓക്കെ, അപ്പം നിങ്ങൾക്ക് എല്ലാവരും ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നിയെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. നമ്മൾ ഇതുപോലെ വീണ്ടും വേറെ യൂസർ എക്സ്പീരിയൻസ് വീഡിയോസ് നമ്മൾ തീർച്ചയായിട്ടും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ഗുഡ് ബൈ.